നമസ്കാരം. ടാരോട്ട് സ്പിരിച്വൽ ഹീലിംഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് നോക്കുന്നത് നിങ്ങളുടെ പേഴ്സന്റെ കറന്റ് ഫീലിങ്സ് എന്താണെന്നുള്ളതാണ്. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, ജനറൽസ് ആണ്. നിങ്ങൾ എപ്പോഴാണോ ഈ റീഡിംഗ് കാണുന്നത് അപ്പോൾ മുതലാണ് നിങ്ങൾക്ക് ഇത് വാലിഡ് ആയി തുടങ്ങുന്നത്. അതുപോലെ ഈ ഒരു റീഡിംഗിൽ നിങ്ങൾക്ക് റെസിനേറ്റ് ആവുന്ന കാര്യങ്ങൾ നിങ്ങൾ എടുക്കുക, അല്ലാത്ത കാര്യങ്ങൾ നിങ്ങൾ വിട്ടുകളയാം. അപ്പോൾ ഇത് ലവേഴ്സ് ആയിക്കോട്ടെ, മാരേജ് സിറ്റുവേഷനിലുള്ള ആളുകളായിക്കോട്ടെ, എക്സ്ട്രാമാരിറ്റൽ അഫെയറുള്ള ആളുകളായിക്കോട്ടെ, എല്ലാവർക്കും റെസിനേറ്റ് ആവുന്നതാണ് കേട്ടോ. അപ്പോൾ നമുക്ക് റീഡിങ്ങിലേക്ക് കിടക്കാം. നിങ്ങൾ പോസിറ്റീവ് ആയിട്ട് ഇരുന്നിട്ട് റീഡിംഗ് കാണാം. ഓക്കെ, ഏസ് ഓഫ് വാൺസ് ആണ്, ക്യൂൻ ഓഫ് പെന്റിക്കിൾസ് ആണ്, ത്രീ ഓഫ് പെന്റിക്കിൾസ്, ഫൈവ് ഓഫ് പെന്റിക്കിൾസ്, നൈറ്റ് ഓഫ് വാൺസ്, ഏസ് ഓഫ് കപ്സ്, എയ്റ്റ് ഓഫ് വാൺസ്, King of Wands, Judgment, Seven of Wands, the Star card, Ten of Pentacles. ഇവിടെ ബോട്ടം എനർജി വന്നിട്ടുള്ളത് ഫോർ ഓഫ് പെന്റിക്കിൾസ് ആണ്. ഈ ഒരു കാർഡ് കാണിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ പേഴ്സൺ പല കാര്യങ്ങളും ഹൈഡ് ചെയ്തിട്ട് നിങ്ങളിൽ നിന്ന് മറച്ചു പിടിച്ചാണ് നിൽക്കുന്നതെന്നുള്ളതാണ്. അവരിപ്പോൾ നോ കോണ്ടാക്ട് സിറ്റുവേഷൻ ആണെങ്കിൽ അല്ലെങ്കിൽ ലെസ് കോണ്ടാക്ട് ആണെങ്കിൽ അവരവരുടെ എന്താണ് ഈ റിലേഷൻഷിപ്പിൽ ഒരു അകൽച്ച കാണിക്കുന്നത് എന്നുള്ളത് അവർ നിങ്ങളോട് തുറന്ന് പറയുന്നുണ്ടായിരിക്കില്ല. അല്ലെങ്കിൽ എന്താണ് അവരുടെ പ്രശ്നം എന്നുള്ളതൊന്നും അവർ തുറന്ന് പറയുന്നില്ല എന്നുള്ളതാണ്. അവർ കംപ്ലീറ്റ് കാര്യങ്ങൾ നിങ്ങളിൽ നിന്ന് മറച്ചു പിടിച്ച് നിൽക്കുന്ന സിറ്റുവേഷൻ ആയിട്ടാണ് കാണുന്നത്. അതുപോലെ നിങ്ങൾ തമ്മിൽ ഒരു വഴക്കോ പ്രശ്നങ്ങളോ അല്ലെങ്കിൽ ഈ ഒരു സെവൻ ഓഫ് വാൺസ് എനർജിയിൽ നിങ്ങൾ തമ്മിൽ കുറച്ച് അകൽച്ചയിൽ നിൽക്കുകയാണെങ്കിൽ ഈ ഒരു പേഴ്സൺ ഒരു വാശിയിൽ നിൽക്കുന്നതായിട്ടാണ് നിൽക്കുന്നത്. അതായത് അവർക്കൊരു വാശിയുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾ അങ്ങോട്ട് ചെല്ലണം, അല്ലെങ്കിൽ അവർ വിചാരിക്കുന്ന രീതിയിൽ തന്നെ കാര്യങ്ങൾ നടക്കണം എന്നുള്ളൊരു വാശിയിൽ പിണങ്ങി നിൽക്കുന്ന സിറ്റുവേഷനാണ്. അവരുടെ ഒരു തീരുമാനം ഉറച്ചതാണ്. അവരിപ്പോൾ അത്രയും ഒരു ദേഷ്യത്തിൽ വാശിയിലൊക്കെ നിൽക്കുന്ന സിറ്റുവേഷനാണ്. ചിലപ്പോൾ നിങ്ങൾ തമ്മിലുള്ള റിലേഷൻഷിപ്പിൽ ഒരു പ്രശ്നം ഉണ്ടായിട്ടുണ്ടാവുക ഒരു മറ്റൊരു പേഴ്സൻ്റെ ഇടപെടലും ഉണ്ടായിരിക്കാം. അപ്പോൾ നിങ്ങളെക്കുറിച്ച് നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുത്ത് നിങ്ങളെ തമ്മിൽ ഒരു വഴക്കിലോട്ട് എത്തിച്ച സിറ്റുവേഷൻ ആയിരിക്കാം. അങ്ങനെ ഒരു സിറ്റുവേഷൻ ഇവിടെ കാണുന്നുണ്ട്. ചിലർക്ക് ഇത് മാച്ച് ആവാം. കാരണം ഒരു 2-3 പേര് അടങ്ങുന്ന ആളുകളുടെ ഒരു ഇൻഫ്ലുവൻസ്, അത് ഫ്രണ്ട്സ് ആയിരിക്കാം, അല്ലെങ്കിൽ ഒന്നിച്ച് വർക്ക് ചെയ്യുന്ന ആളുകളായിരിക്കാം, അല്ലെങ്കിൽ പാരൻസിൻ്റെ പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കാം. പാരൻസ് സമ്മതിക്കാത്തത് കൊണ്ട് അവരുടെ ഭാഗത്തു നിന്നുള്ള നെഗറ്റീവായിട്ടുള്ള സംസാരം കൊണ്ട് ഉള്ള വിഷയങ്ങൾ ഉണ്ടായിരിക്കാം. അങ്ങനെ മറ്റൊരു പേഴ്സൻ്റെ ഇൻഫ്ലുവൻസ് കാരണം നിങ്ങളുടെ പേഴ്സണ് നിങ്ങളൊരു ദേഷ്യം, ഒരു പ്രശ്നം, ഒരു വഴക്കൊക്കെ നിങ്ങളോടുള്ളതായിട്ട് കാണുന്നുണ്ട്. ചിലപ്പോൾ അവരൊന്നും പറയാതെ നിങ്ങളോട് വെറുതെ ദേഷ്യപ്പെടുമായിരിക്കും. അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടായിരിക്കും എന്താണ് റീസൺ എന്ന് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടായിരിക്കില്ല. അപ്പോൾ ഇങ്ങനെയൊരു വിഷയമാണ് ഇവിടെ കാണുന്നത്. ഓക്കെ, അതുപോലെ ഫിനാൻഷ്യൽ പ്രോബ്ലംസ്, അല്ലെങ്കിൽ അവർക്ക് ഫിനാൻഷ്യലി അവരിപ്പോൾ കുറച്ച് ലോസിലൂടെ കടന്നു പോകുന്ന സിറ്റുവേഷൻ, അവരുടെ ലൈഫിൽ അവരിപ്പോൾ ഫിനാൻഷ്യലി സ്റ്റേബിൾ അല്ലാത്ത ഇഷ്യൂസ് ഉള്ളത് കൊണ്ട് അവർ മാറി നിൽക്കുന്ന സിറ്റുവേഷൻ, ഇങ്ങനെ ഒരു സിറ്റുവേഷൻ കൂടി ഇവിടെ കാണുന്നുണ്ട്. അവരുടെ ഫാമിലിയിൽ ഫിനാൻഷ്യൽ പ്രോബ്ലംസ് ഉള്ളത് കൊണ്ട്, അല്ലെങ്കിൽ അവരുടെ കരിയറുമായിട്ട് ബന്ധപ്പെട്ട് അവർ കുറച്ച് ഫിനാൻഷ്യലി സ്ട്രഗിൾ ചെയ്യുന്ന സിറ്റുവേഷൻ ആയതുകൊണ്ട് അവർ നിങ്ങളിൽ നിന്ന് മാറി നിൽക്കുന്നു എന്ന് കാണുന്നുണ്ട്. അത് മാത്രമല്ല, അവർ അങ്ങനെയൊക്കെ ആണെങ്കിലും ഈ റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകുക എന്നുള്ളൊരു മൈൻഡ് സെറ്റാണ് നിങ്ങളുടെ പേഴ്സൺ ഉള്ളത്. ഒരു സ്ട്രോങ് ആയിട്ടൊരു കമ്മ്യൂണിക്കേഷൻ്റെ കാർഡ് വന്നിട്ടുണ്ട്. അതായത് നിങ്ങളുടെ പേഴ്സൻ്റെ ഭാഗത്തു നിന്ന് ഒരു കമ്മ്യൂണിക്കേഷൻ വരും, അവരിൽ നിന്നൊരു മെസ്സേജോ കോളോ ഒക്കെ നിങ്ങൾക്ക് വരാനുള്ള ചാൻസസ് ആണ് ഇവിടെ കാണുന്നത്. അവർ ഈ ഒരു റിലേഷൻഷിപ്പിൽ ഒരു ചേഞ്ച് വരുമെന്നാണ്, ഒരു പുതിയ ഒരു ദ സ്റ്റാർ കാർഡ് എന്ന് പറയുമ്പോൾ ഒരു ന്യൂ ബിഗിനിങ് വരും എന്നുള്ളതാണ്. ഒരു മാറ്റം നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ വരും. ഇപ്പോഴുള്ള ഈ ഒരു സിറ്റുവേഷന് ഒരു ചേഞ്ച് വരും എന്നാണ് കാണിക്കുന്നത്.
അതുപോലെ അവർ ആഗ്രഹിക്കുന്നത് ഈ റിലേഷൻഷിപ്പിൽ ഒരു കമ്മിറ്റ്മെൻറ്റ് വേണം, ഒരു ഫാമിലി ലൈഫായിട്ട് ഈ റിലേഷൻഷിപ്പ് കൊണ്ടുപോകണം. ഇവിടെ 10 ഓഫ് കപ്സ് കാണിക്കുന്ന ഒരു ഫാമിലി കാർഡാണ്. അവർ നിങ്ങളിലേക്ക് തിരിച്ചു വരുന്നൊരു കാർഡാണ് നൈറ്റ് ഓഫ് വാൺസ് കാണിക്കുന്നത്. അതുപോലെ ഇവിടെ ഏസ് ഓഫ് കപ്സ് കാണിക്കുന്നുണ്ട്. ആത്മാർത്ഥമായിട്ട് തന്നെയാണ് അവർ ഈ റിലേഷൻഷിപ്പിൽ നിൽക്കുന്നത്. നിങ്ങളോട് ആത്മാർത്ഥമായിട്ടുള്ള സ്നേഹമുണ്ട് ഈ പേഴ്സൺ എന്നാണ് കാണിക്കുന്നത്. യൂണിവേഴ്സിൻ്റെ ഭാഗത്ത് നിന്നൊരു ബ്ലെസ്സിങ്സ് നിങ്ങൾക്ക് ഈ ഒരു റിലേഷൻഷിപ്പിൽ ഉണ്ട് എന്നാണ് കാണുന്നത്. യൂണിവേഴ്സിൻ്റെ ജഡ്ജ്മെൻറ്റ്, അതായത് നിങ്ങളുടെ ഭാഗത്തൊരു നീതി നിങ്ങൾക്ക് ലഭിക്കും, അല്ലെങ്കിൽ ഒരു ജഡ്ജ്മെൻറ്റ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഉണ്ടാവും എന്നുള്ളതാണ് കാണുന്നത്. ഇവിടെ ക്യൂൻ ഓഫ് പെൻറ്റിക്കിൾസ് എനർജിയാണ്. നിങ്ങളുടെ പേഴ്സൺ ഒരു കുറച്ച് ഫിനാൻഷ്യലി സെറ്റിൽഡ് ആയിട്ടുള്ള, അല്ലെങ്കിൽ ഒരു ജോലിയുണ്ട്, അവരൊരു സെൽഫ് ഗ്രോത്തിൽ നിൽക്കുന്ന ഒരു പേഴ്സൺ ആയിട്ടാണ് കാണിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരു പേഴ്സൺ ആയതുകൊണ്ട് തന്നെ അവരുടെ എനർജി ലെവൽ കുറച്ച് ഹയർ ആയിരിക്കും. അപ്പോൾ നിങ്ങളും അതേ ഒരു എനർജി ലെവലിലോട്ട് മാറണം. നിങ്ങളുടെ സെൽഫ് ഗ്രോത്തിൽ ഫോക്കസ്ഡ് ആവണം, നിങ്ങൾ സെൽഫ് ഗ്രോത്തിൽ വരണം എന്നുള്ളതാണ് കാണിക്കുന്നത്. പക്ഷേ ഈ ഒരു റിലേഷൻഷിപ്പ് ഇവിടെ എൻഡ് ആവുന്ന സിറ്റുവേഷൻ അല്ല കാണുന്നത്. അവർ നിങ്ങളിലേക്ക് തിരിച്ചു വരും എന്നാണ് കാണിക്കുന്നത്. കാരണം ഏസ് ഓഫ് കപ്സ് എനർജി കാണുന്നത് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് തിരിച്ചു വരുന്ന ഒരു സിറ്റുവേഷനാണ്. അല്ലെങ്കിൽ അവർക്ക് നിങ്ങളോടുള്ള സ്നേഹം എന്ന് പറയുന്നത് ആത്മാർത്ഥമായിട്ടുള്ളതാണ്. അപ്പോൾ അതെവിടെയും പോവില്ല, തിരിച്ചു വരും. ഓക്കെ, അപ്പോൾ ഈ ഒരു കണക്ഷനാണ് കാണുന്നത്. 10 ഓഫ് പെൻറ്റിക്കിൾസ് കാണിക്കുന്നത് ഒരു ഫാമിലി ലൈഫ് നിങ്ങളുമായിട്ട് വേണമെന്ന് ആത്മാർത്ഥമായിട്ട് നിങ്ങളുടെ പേഴ്സൺ ആഗ്രഹമുണ്ട് എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് കുറച്ച് മെസ്സേജ് കാർഡ് നോക്കാം. ഇല്യൂഷൻ എന്നാണ് പറയുന്നത്. ഈ ഒരു അകൽച്ച അല്ലെങ്കിൽ ഈ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷൻ എന്ന് പറയുന്നത് ഇല്യൂഷനാണ്. അത് ഒരു താൽക്കാലികമാണ്. കാരണം നിങ്ങളുടെ റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് ഒരു ആത്മാർത്ഥമായിട്ടുള്ള സ്നേഹത്തിന് പുറത്തുള്ള റിലേഷനാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു ഇല്യൂഷൻ, ഈ ഒരു താൽക്കാലികമായിട്ടുള്ള ഒരു ഡിസ്റ്റൻസിന് മാറ്റുണ്ടാവും. ഒരു ന്യൂ ബിഗിനിങ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ വരും, ഒരു ചേഞ്ച് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ വരും. അവർ നിങ്ങളിലേക്ക് തിരിച്ചു വരുന്ന സിറ്റുവേഷൻ ഉണ്ടാവും. ഓക്കെ, സയൻസ് എന്നാണ്. നിങ്ങൾക്ക് യൂണിവേഴ്സിൻ്റെ ഭാഗത്തുനിന്ന് സയൻസ് കിട്ടുന്നുണ്ടായിരിക്കാം. അതായത് ഈ പേഴ്സൺ ഒരു റീയൂണിയൻ്റെ സയൻസ് നിങ്ങൾക്ക് കിട്ടുന്നുണ്ടായിരിക്കാം. ഏഞ്ചൽ നമ്പേഴ്സ് കാണുന്നുണ്ടായിരിക്കാം, ബട്ടർഫ്ലൈസിനൊക്കെ കാണുന്നുണ്ടായിരിക്കാം. ഓക്കെ, ലെറ്റ് ഗോ ഓഫ് ഫിയർ എന്നാണ്. ഈ ഒരു റിലേഷൻഷിപ്പിൻ്റെ സ്ട്രെങ്ത് നിങ്ങൾ മനസ്സിലാക്കുക. നിങ്ങൾ ഈ ഒരു റിലേഷനിൽ ഒരു ട്രസ്റ്റ് വയ്ക്കുക. അതായത് ഈ പേഴ്സൺ എവിടെയും പോവില്ല എന്നുള്ളൊരു പോസിറ്റീവ് മൈൻഡ് സെറ്റ് നിങ്ങൾ ഉണ്ടാക്കുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്കൊരു ഫിയർ ഉണ്ടെങ്കിൽ ആ ഒരു ഫിയർ നിങ്ങൾ മാറ്റി വെച്ചിട്ട് ഈ ഒരു പേഴ്സൺ നിങ്ങളിലേക്ക് വരും, അവർ എവിടെയും പോവില്ല, തിരിച്ചു വരും അവർ നിങ്ങളുടെ ലൈഫിലോട്ട് എന്നുള്ള ഒരു കോൺഫിഡൻസ് നിങ്ങൾക്ക് വേണം. ഓക്കെ, ലവ് എന്നാണ് പറയുന്നത്. നിങ്ങളുടെ പേഴ്സണ് നിങ്ങളോട് സ്നേഹമാണ്. അവർ നിങ്ങളെ സ്നേഹിക്കാൻ ആഗ്രഹിക്കുന്നു, നിങ്ങളെ അത്രയും സ്നേഹിക്കുന്നു അവർ നിങ്ങളെ. അപ്പോൾ നിങ്ങളിലേക്ക് തിരിച്ചു വരണം, നിങ്ങളുമായിട്ട് സ്നേഹത്തോടെ മുൻപോട്ട് പോകണം എന്നുള്ളൊരു മൈൻഡ് സെറ്റ് നിങ്ങളുടെ പേഴ്സൺ ഉണ്ട് എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾ തമ്മിൽ ഒരു ഈ നോ കോണ്ടാക്ട് സിറ്റുവേഷൻ എൻഡ് ആയതിനു ശേഷം കൂടുതൽ നിങ്ങളെ സ്നേഹിക്കാനാണ് അവരിപ്പോൾ ആഗ്രഹിക്കുന്നത്. ഓക്കെ, മൈ വേൾഡ് എന്നാണ് പറയുന്നത്. ഇത് റിപ്പീറ്റഡ് ആയിട്ട് കഴിഞ്ഞ റീഡിങ്ങിലും വന്നിട്ടുണ്ടായിരുന്നു എന്ന് തോന്നുന്നു ഈ ഒരു കാർഡ്. അപ്പോൾ ഒരുപാട് പേർക്ക് ചേഞ്ചസ് വരുന്ന ഒരു ടൈമാണ് എന്നാണ് കാണിക്കുന്നത്. നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ അവരുടെ ലോകമായിട്ടാണ് കാണുന്നത്. അതുകൊണ്ട് തന്നെ ആ ഒരു ലോകത്തു നിന്ന് മാറി നിൽക്കാൻ അവർക്ക് ആഗ്രഹമില്ല. അവർ തിരിച്ചു വരും. ഓക്കെ, ഒരു കോണ്ടാക്റ്റ് നിങ്ങളുടെ ലൈഫിൽ അവരുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവും എന്നാണ് കാണിക്കുന്നത്. ഓക്കെ, സൈലൻസ് എന്ന് പറയുന്നു. ഈ ഒരു സൈലന്റ് ആയിട്ട് അവർ മാറി നിൽക്കുന്നത് നിങ്ങളോട് സ്നേഹം ഇല്ലാത്തത് കൊണ്ടല്ല, അവർക്ക് നിങ്ങളോട് സ്നേഹമുണ്ട്. അവർ നിങ്ങളോട് ഉള്ള സ്നേഹം കൊണ്ട് മാത്രമല്ല, അവർക്ക് നിങ്ങളോട് കുറച്ച് പിണക്കമുണ്ട് ഉണ്ടാവും. അപ്പോൾ ആ പിണക്കത്തിന് പുറത്ത് ആ പിണക്കുണ്ടാവുന്നത് എന്തുകൊണ്ടാണ്? സ്നേഹമുള്ളത് കൊണ്ടാണ്. അപ്പോൾ ആ ഒരു ദേഷ്യം അല്ലെങ്കിൽ ആ ഒരു വഴക്ക് മാറിയിട്ട് അവർ തിരിച്ചു വരും. ഈ ഒരു സൈലൻസിൽ ചേഞ്ചസ് വരും. ഓക്കെ, ഹീലിംഗ് എന്നാണ് പറയുന്നത്. നിങ്ങളുമായിട്ടുള്ള റിലേഷൻ എന്ന് പറയുന്നത് അവർക്കൊരു ഹീലിംഗ് ആണ്. അവരുടെ മനസ്സിലുള്ള എല്ലാ പെയിനും നിങ്ങൾ അവരുടെ ലൈഫിലോട്ട് വന്നതിന് ശേഷം അവർക്ക് ഹീലായിട്ടുണ്ട്. അവരുടെ മനസ്സിൽ ഒരുപാട് വിഷമങ്ങളും പെയിനും ഒക്കെ ഉള്ള ഒരു ലൈഫ് സിറ്റുവേഷനിൽ നിന്നാണ് അവർ വന്നിട്ടുള്ളത്. പക്ഷേ നിങ്ങളുടെ ഒരു പ്രസൻസ് ആണ് അതൊക്കെ ഹീൽ ചെയ്തിട്ട് അവരെ ഒന്നുകൂടി എനർജറ്റിക് ആക്കിയിട്ടുള്ളത്. നിങ്ങളുടെ ഒരു സ്നേഹമാണെന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഏഞ്ചൽസിൻ്റെ മെസ്സേജ് കൂടി നോക്കാം.
ചൂസ് എ ന്യൂ ഡയറക്ഷൻ എന്നാണ് പറയുന്നത്. നിങ്ങളൊരു പുതിയ വഴിയിലൂടെ സഞ്ചരിക്കേണ്ട ഒരു ടൈം ആയിട്ടുണ്ട് എന്നാണ് പറയുന്നത്. നിങ്ങൾ ഇത്രയും കാലം ഒരു ഒരേ ചിന്താഗതിയിലൂടെ മുന്നോട്ട് പോയിട്ടുണ്ടെങ്കിൽ അതിലൊരു ചേഞ്ച് വരണം. ഇപ്പോൾ നിങ്ങൾ നെഗറ്റീവ് ചിന്താഗതിയിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നതെന്നുണ്ടെങ്കിൽ അതിനൊരു മാറ്റം വരണം. നിങ്ങൾ പോസിറ്റീവ് ആയിട്ടിരിക്കണം. നിങ്ങളുടെ പേഴ്സൺ തിരിച്ചു വരും എന്നുള്ള ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു പോസിറ്റീവ് മൈൻഡ് സെറ്റ് നിങ്ങൾ ഉണ്ടാക്കിയെടുക്കണം. ഓക്കെ, ലെറ്റ് ഗോ എന്നാണ് പറയുന്നത്. നിങ്ങളിപ്പോൾ ലെറ്റ് ഗോ ചെയ്യുക, അതായത് ലെറ്റ് ഗോ ചെയ്യുമ്പോഴാണ് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് വരാനുള്ള ഒരു ചാൻസ് കൂടുന്നത്. അല്ലെങ്കിൽ നിങ്ങളുടെ എനർജി ഇങ്ങനെ അവർക്ക് കിട്ടുമ്പോൾ, നിങ്ങളുടെ പ്രസൻസ് അവർക്ക് ഫീൽ ചെയ്യുമ്പോൾ അവർ തിരിച്ചു വരാനുള്ള ഒരു ടൈം കൂടുകയാണ്, ആ ഒരു ടൈം കൂടുതൽ എടുക്കുകയാണ്. അപ്പോൾ നിങ്ങൾ ലെറ്റ് ഗോ ചെയ്ത് നിങ്ങളുടെ കാര്യത്തിലോട്ട് ഫോക്കസ്ഡ് ആവുമ്പോഴാണ് അവർ നിങ്ങളിലേക്ക് വരുന്നത്. ഓക്കെ, ഡോൺ സ്റ്റോപ്പ് എന്നാണ് പറയുന്നത്. നിങ്ങൾ ഇപ്പോൾ ഈ റിലേഷൻഷിപ്പ് സ്റ്റോപ്പ് ചെയ്ത് പോവേണ്ട ഒരു സിറ്റുവേഷൻ അല്ല എന്നാണ് കാണിക്കുന്നത്. ഗെറ്റ് മോർ ഇൻഫർമേഷൻസ് എന്നാണ് പറയുന്നത്. നിങ്ങളുടെ പേഴ്സന്റെ ഭാഗത്തു നിന്ന് ഒരു കോളോ മെസ്സേജോ ഒക്കെ നിങ്ങൾക്ക് വരാനുള്ള ഒരു ടൈമാണ്. ഈ റിലേഷൻഷിപ്പിൽ ഒരു ചേഞ്ച് വരാനുള്ള ടൈമാണ്. അതായത് നോ കോണ്ടാക്ട് ആണെങ്കിൽ അതിലൊരു കോണ്ടാക്ട് വരുന്ന ഒരു ടൈമാണെന്നാണ് കാണിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് കുറച്ച് ക്ലൂസ് കൂടി നോക്കാം. ജൂൺ, ആയില്യം, 1998, മെയ്, ഏപ്രിൽ, സെപ്റ്റംബർ, നവംബർ, 1993, ഉത്രാടം, 1985, ഡിസംബർ, 1991, ലെറ്റർ ടി, ലെറ്റർ എസ്, ലെറ്റർ വൈ, ലെറ്റർ പി, ലെറ്റർ ഇ, ലെറ്റർ എച്ച്, 1999, ചതയം. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു റീഡിംഗ് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.